നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചിന്താവിഷ്ടയായ സീതയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ ഓരോ വാക്കും ആശാൻ എത്രമാത്രം ശ്രദ്ധിച്ചാണ് ഉപയോഗിച്ചത് എന്ന കാര്യമാണ്. ചിന്താവിഷ്ടയായ സീതയെപ്പറ്റി വന്ന എതിർപ്പുകളിലൊന്ന് അത് വാൽമീകിയുടെ സീതയല്ല ആശാൻ ചിത്രീകരിച്ചത് എന്നാണ്. ഭർത്താവിനെ നിഴല് പോലെ പിന്തുടർന്ന സീത ഇത്തരത്തിൽ ഒരു രാമോപാലംഭം നടത്തുമോ എന്ന് ആശങ്കിച്ചവർ ഉണ്ട്. തരുണി പാതജ ഗർഹിണി ആയ ശ്രുതിയുടെ അപ്രമാദിത്വത്തെ അഭിമാനിനിയായ സീതയെക്കൊണ്ട് ചോദ്യം ചെയ്യുകയായിരുന്നു ആശാൻ. അതികഠിനമായ ദുഃഖം ജനിപ്പിച്ച വിവേകമാണ് സീതയെ അതിന് പ്രാപ്തയാക്കിയത്. വ്യഥ പോൽ അറിവോതിടുന്ന സദ്ഗുരുവും മർത്യനു വേറെയില്ല താൻ. മനമോടാത്ത കുമാർഗമില്ല എന്ന് സീത മനസ്സിലാക്കി കഴിഞ്ഞു. താൻ മണ്ണിൻ്റെ മകളായി പിറന്നവളാണെങ്കിലും ഭർത്താവിന് തട്ടിക്കളിക്കാവുന്ന മൺപാവയല്ല എന്ന് വാൽമീകിയുടെ സീത ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു ഇവിടെ. ആശാൻ്റെ സീതാകാവ്യത്തെപ്പറ്റി ഒട്ടേറെ നല്ല പഠനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഴീക്കോടിൻ്റെ ആശാൻ്റെ സീതാകാവ്യം, പി.വി. ഗോവിന്ദൻ നായരുടെ സീതാകാവ്യ ചർച്ച, അടുത്ത കാലത്ത് എന്നുവെച്ചാൽ ഒരു മാസം മുമ്പ് തോമസ് മാത്യുവിൻ്റെ ആശാൻ്റെ സീതായനം എന്നിവ ഉദാഹരണം. പ്രരോദനം എ.ആറിൻ്റെ നിര്യാണത്തെ തുടർന്ന് ആശാൻ എഴുതിയ വിലാപകാവ്യമാണ്. സാഹിത്യത്തിൽ തൻ്റെ വഴികാട്ടിയാണ് എ.ആർ. തമ്പുരാൻ എന്ന് ആശാൻ പറയുന്നുണ്ട്. രചനാരീതിയിൽ പക്ഷെ അദ്ദേഹത്തിന് കേരളവർമ്മയുടെ ആയിരുന്നു കൂടുതൽ ചായ്വ്. തത്വചിന്തയുടെ ആധിക്യമാണ് വൈകാരികതയെ പിന്തള്ളി പ്രരോദനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. വ്യക്തിപരമായ ദുഃഖത്തിൻ്റെ തലം ആ കൃതിയിൽ തുലവും പ്രക്ഷീണിതമാണ്. മരണം എന്ന അനിവാര്യ സത്യം ഉളവാക്കിയ ചിന്തകളാണ്, ഭാരതീയ വേദാന്തത്തിന് പരിചിതമായ പരമസത്യങ്ങളാണ് കൃതി പ്രതിപാദിക്കുന്നത്. വൈകാരികം എന്നല്ല വൈചാരികം എന്നാണ് പ്രരോദനത്തെ വിശേഷിപ്പിക്കേണ്ടത്. പ്രൊഫസർ ഗുപ്തൻ നായർ പ്രരോദനത്തിൻ്റെ മൂല്യത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയുണ്ടായി, പ്രരോദനം നല്ല കവിതയാണ്, പക്ഷെ ചീത്ത വിലാപമാണ് എന്ന്. അതാണ് സത്യം. ആ ലഘുവാക്യത്തിൽ പ്രരോദനത്തിൻ്റെ ആത്മാവ് അടങ്ങിയിരിക്കുന്നു. ചണ്ഡാലഭിഷിയും കരുണയും ബുദ്ധമത കഥകളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ആശാൻ ബുദ്ധമതത്തിലെ കാരുണ്യം, സ്നേഹം തുടങ്ങിയ മൂല്യങ്ങളെ ആദരപൂർവ്വം സ്വീകരിച്ചിരുന്നുവെങ്കിലും തികഞ്ഞ ആസ്തികനായിരുന്നു. ബുദ്ധൻ ഈശ്വരനെ പറ്റി പറഞ്ഞത്, ഈശ്വരനുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് എനിക്കറിഞ്ഞുകൂടാ എന്നായിരുന്നു. ജാതി വിവേചനത്തിൽ നിന്ന് രക്ഷ നേടാൻ അവർണർ ബുദ്ധമതമോ ക്രിസ്തുമതമോ സ്വീകരിക്കണം എന്ന ചിന്ത SNDPയിലെ ചില പ്രമുഖ നേതാക്കൾ ഉയർത്തിയപ്പോൾ ആശാൻ അതിനെ എതിർക്കുകയാണുണ്ടായത്. എതിർത്തിട്ടാണ് മതപരിവർത്തന രസവാദം എന്ന പ്രബന്ധം പ്രസിദ്ധീകരിച്ചത്. കർമ്മയോഗത്തിൻ്റെ വഴിയായിരുന്നു ഈ നാരായണഗുരു ശിഷ്യന് സ്വീകാര്യം. കാവ്യരചന ആരംഭിച്ച കാലത്ത് ദ്രാവിഡ വൃത്തങ്ങളും സംസ്കൃത വൃത്തങ്ങളും ആശാൻ യഥേഷ്ടം സ്വീകരിച്ചു. നാടോടിപ്പാട്ടുകളുടെ രീതികൾ വരെ. ഇന്ത്യൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ, ശ്രീബുദ്ധചരിതം എന്ന പേരിൽ തർജ്ജമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതൊരു സ്വതന്ത്ര തർജ്ജമയാണ്, ദ്രാവിഡ വൃത്തമാണ് അദ്ദേഹം സ്വീകരിച്ചത്. വാൽമീകി രാമായണം കുട്ടികൾക്കായി സംഗ്രഹിച്ച് ബാലരാമായണം എഴുതിയത് അനുഷ്ഠിപ്പിലാണ്. വാൽമീകി സ്വീകരിച്ച അതേ വൃത്തം. ലൈറ്റ് ഓഫ് ഏഷ്യ പദാനുപദമായി നാലപ്പാട് പൗരസ്ത്യദീപം എന്ന പേരിൽ മൊഴിമാറ്റം ചെയ്യുന്നതായി അറിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ ചില വ്യവഹാരങ്ങളുണ്ടാവും എന്നായപ്പോൾ ആശാൻ വിവർത്തനം മുഴുമിക്കാതെ പിൻവാങ്ങുകയായിരുന്നു. എല്ലാ പ്രധാന കൃതികളും അദ്ദേഹം സംസ്കൃത വൃത്തങ്ങളിലാണ് എഴുതിയത്. എന്നാൽ അവസാന കാലത്തെ കൃതികൾ മൂന്നും, ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷി, കരുണ, ദ്രാവിഡ വൃത്തങ്ങളിലേക്ക് മടങ്ങി വന്നു. ആശാൻ കാവ്യരചന ആരംഭിച്ച കാലത്ത് വീണപൂവും നളിനിയും എഴുതുന്ന കാലത്താണ്
മലയാളത്തിൽ പ്രാസവാദം ഉടലെടുത്ത്. ആശാൻ അതിൽ നേരിട്ട് പങ്കാളിയായില്ല. എന്നാൽ പ്രാസത്തിനു വേണ്ടി അർത്ഥത്തെ ബലി കഴിക്കുന്നത് ദുർദേവതാ പ്രീതിക്കായി സ്വന്തം പുത്രനെ ബലി കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു വാചകം കടമെടുത്ത് ആശാൻ പ്രാസവിരോധിയായിരുന്നു എന്ന് ചിലർ പറഞ്ഞുണ്ടാക്കി. സത്യം പറഞ്ഞാൽ AR പോലും പ്രാസവിരോധിയായിരുന്നില്ല. പ്രാസത്തിനു വേണ്ടി അർത്ഥത്തെ ബലി കഴിക്കുന്നിടത്താണ് അദ്ദേഹത്തിന് പ്രതിഷേധം. അർത്ഥത്തെ ബലി കഴിക്കാതെ പ്രാസം ദീക്ഷിച്ച് നല്ല കവിത ഇതാ ഇങ്ങനെ എഴുതാം എന്ന് ആശാൻ തൻ്റെ രചനകളിലൂടെ തെളിയിക്കുകയായിരുന്നു. വാക്കിലും പൊരുളിലും രസസ്രവം വാക്കുന്ന വാക്ക് പ്രതിഭാശാലിയായ കവിക്ക് ലഭിക്കും. വാസന്തി മധുവാർന്ന അത്തരം വാക്കുകൾ കവിതയുടെ മേന്മ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നാണ് ആശാൻ സ്വരചനകളിലൂടെ സ്ഥാപിച്ചെടുത്തത്. ഒരു കവിയുടെ മാറ്റുരച്ചു നോക്കുന്നതിന് അദ്ദേഹം സ്വീകരിച്ച അലങ്കാര കൽപ്പനകൾ മാനദണ്ഡമായി കാണുന്നതിൽ തെറ്റൊന്നുമില്ല. അലങ്കാരമില്ലാതെ ഉദാത്തമായ കവിത ഉണ്ടാവാം എന്ന കാര്യം മറക്കാതിരുന്നാൽ മതി. ആശാൻ്റെ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കവിതയിലെ ആശാൻ്റെ അത്രയധികം ഒന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കവിതയിലെ ഒരു അലങ്കാരം നോക്കൂ. യൗവനകാലത്ത് ഒരു വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പോയ കഥ വർഷങ്ങൾക്ക് ശേഷം, സംഭവബഹുലങ്ങളായ വർഷങ്ങൾക്ക് ശേഷം ആശാൻ ഓർത്തെടുക്കുന്നുണ്ട്. അന്നത്തെ യാത്രയിലെ അനുഭവങ്ങൾ നാളേറെ കഴിഞ്ഞിട്ടും ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. അത് വിസ്മൃതമാകുന്നില്ല എന്നാണ് ആശാൻ പറയുന്നത്. ഇതുപോലെ ഒരു മരത്തിൻ്റെ നിഴൽ മണലിട്ട് മാറ്റാൻ ശ്രമിക്കുന്ന പോലെ മറവി പരാജയപ്പെടുന്നു എന്നാണ് കൽപ്പന. പൂമ്പാറ്റകളെ പറന്നു പോകുന്ന പൂക്കളായി കണ്ട ഭാവന, വിടരുന്ന മുട്ടിൽ ഒരു പെൺകിടാവിൻ്റെ ജീവിതത്തെ അധ്യവസായം ചെയ്ത ഭാവന, സ്വഭാവോക്തിയുടെ ശക്തി അനുഭവവേദ്യമാക്കുന്ന പല വർണ്ണനകൾ. ആ കാവ്യലോകം സമ്പന്നൻ്റെ വിരുന്നാണ്. അലങ്കാരങ്ങൾ അലങ്കോലങ്ങളാവരുത് എന്നും ഔചിത്യബോധം ആദ്യന്തം പ്രകടിപ്പിക്കണമെന്നും ശഠിച്ചിരുന്ന ഒരു പ്രതിഭാധനൻ്റെ അരങ്ങാണവ. സംസ്കൃതം വൃത്തം സ്വീകരിച്ചെഴുതിയ എല്ലാ കൃതികളിലും ആശാൻ ദ്വിതീയാക്ഷപ്രാസം ദീക്ഷിച്ചു. ശബ്ദത്തിൽ ഇത്ര ശ്രദ്ധിച്ചില്ല എങ്കിൽ ചില ശ്ലോകങ്ങൾ കൂടുതൽ നന്നാവുമായിരുന്നു എന്ന് AR നളിനിയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ശീലിച്ച രീതി അനുസരിച്ച് എഴുതിയെന്നും ആകാവുന്നിടത്തോളം ARൻ്റെ ഉപദേശം സ്വീകരിക്കാൻ ഭാവിയിലെന്നും ആശാൻ പറയുകയും ചെയ്തു. അതിൽ ഒരു നിഗൂഢമായ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നു. ശീലിച്ച രീതി എന്ന് പറയുന്നത് കേവലം ഭംഗിവാക്കാണ്. നളിനി മുതൽക്കാണ് എല്ലാ പ്രധാന കൃതികളും വരുന്നത്. അതായത് അതിനു മുൻപ് ശീലിച്ച രീതിയൊന്നും കാര്യമായി ഉണ്ടായിരുന്നില്ല. ആകാവുന്നിടത്തോളം എന്ന് പറഞ്ഞതിലും ഒരു ഒളിയമ്പില്ലേ. കവിതയുടെ അർത്ഥചാരുതയ്ക്ക് ഭംഗം തട്ടാതിരിക്കുന്നിടത്തോളം ദ്വിതീയാക്ഷപ്രാസം നല്ലതാണ് എന്ന് തന്നെയാണ് ആശാൻ കരുതിയിരുന്നത്. ശ്രീശങ്കരൻ്റെ സൗന്ദര്യലഹരി ദീർഘവൃത്തത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോഴും ആശാൻ പ്രാസം ദീക്ഷിക്കുന്നതിൽ ശ്രദ്ധിച്ചു എന്ന് കാണണം. ശിഖരണി വൃത്തത്തിൽ പ്രാസസാക്ഷ്യമില്ലാതെ ശങ്കരാചാര്യർ എഴുതിയ കൃതി ശ്രദ്ധരയിൽ ദ്വിതീയാക്ഷപ്രാസത്തോട് ചേർത്താണ് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത്. ഇനി ചണ്ഡാലവിഷിയിൽ ഈ വരി നോക്കൂ. തൂമയോടു തൽപ്പാള കിണറ്റിലിട്ട് ഓമൽ കയ്യാൽ കയറു വലിച്ചുടൻ. അവിടെ തൂമ ഭംഗി എന്ന പദം വന്നത് പിന്നീട് വന്ന ഓമൽ എന്ന പദത്തിലെ മകാരത്തോട് സാമ്യം വഹിക്കാൻ വേണ്ടി മാത്രമാണ്. ഒറ്റപ്പെട്ട ഉദാഹരണമാണ് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ പ്രാസഭംഗി, അർത്ഥഭംഗം വരാത്ത പ്രാസഭംഗി കവിതയുടെ ആഭരണം തന്നെയാണ് എന്ന് ആശാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. കേരളവർമ്മയും ARഉം പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. പിൽക്കാലത്തെ വ്യാഖ്യാതാക്കൾ അത് രണ്ടാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കാനുണ്ടായത്. ആശാനാകട്ടെ കോയിത്തമ്പുരാന്മാരുടെ അഭിപ്രായം അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുകയും തൻ്റെ കൃതികളിൽ ഉടനീളം പാലിക്കുകയും ചെയ്തു. ആശാൻ സ്വാതന്ത്ര്യത്തിൻ്റെ കവിയാണ്, സ്നേഹഗായകനാണ് എന്നാണ് പിന്നീട് പറഞ്ഞു വരാറുള്ളത്. അത് സത്യമാണ് താനും. അതേസമയം സ്നേഹം, സ്വാതന്ത്ര്യം എന്നീ പദങ്ങളുടെ സാധാരണ അർത്ഥവിവക്ഷ ആശാൻ കവിതയോട് എത്ര യോജിക്കും എന്ന് പരിശോധിക്കേണ്ടതുണ്ട്.
സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്ന ആശാനെ വിശേഷിക്കുമ്പോൾ അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്ന അർത്ഥത്തിലല്ല ധരിക്കേണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അതിൻ്റെ ജിഹ്വയായ കോൺഗ്രസും കേരളത്തിൽ സജീവമാകുന്നത് 1924 ഫെബ്രുവരി അവസാനം മാർച്ച് ആദ്യം തുടങ്ങിയ വക്കം സത്യാഗ്രഹത്തോടെയാണ്. 1924 ജനുവരിയിൽ വക്കം സത്യാഗ്രഹം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് ആശാൻ മരിച്ചു. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കേരളത്തിൽ പ്രബലമാകുന്നതിന് മുമ്പ് ആശാൻ അന്തരിച്ചു. അദ്ദേഹം ജീവിച്ചിരുന്നു പിന്നീടുമെങ്കിൽ എന്താകുമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്ന് വിഭാവന ചെയ്യുന്നതിൽ ഒരു യുക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ജാതി വ്യവസ്ഥയിൽ വേരൂന്നിയ രാജഭരണം നിലനിന്നിരുന്ന ഒരു നാട്ടുരാജ്യത്തിലെ പ്രജയായിരുന്നു ആശാൻ, ഒരു കീഴ്ജാതിക്കാരൻ. മേൽജാതിക്കാരുടെ പൊങ്ങച്ചങ്ങളുടെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു സമുദായത്തിലെ അംഗം. സവർണർ തങ്ങളെ നീചജന്മങ്ങളായിട്ട് കണക്കാക്കിയിരുന്നത് എന്ന് അവരുടെ മനുഷ്യത്വഹീനമായ പെരുമാറ്റങ്ങളിൽ നിന്നും തങ്ങളെ കുറച്ചെങ്കിലും രക്ഷിച്ചു നിർത്തുന്നത് ബ്രിട്ടീഷ് മേൽക്കോയ്മയാണ് എന്നും ആശാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ആശാന് ബ്രിട്ടീഷ് വാഴ്ചയോട് കാര്യമായ വിരോധം ഒന്നും ഉണ്ടായിരുന്നില്ല. മിതവാദി കൃഷ്ണൻ്റെ സ്ഥിതിയും അതുതന്നെയായിരുന്നു എന്നോർക്കണം. ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ കിരീടധാരണത്തിന് മംഗളപത്രം എഴുതുന്നതിൽ ഒരപാകതയും ആശാൻ കണ്ടില്ല. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പ്രാദേശിക ഭാഷകളുടെ കവികളെ ആദരിക്കാൻ തീരുമാനിച്ചിരുന്നു. 1921 മദ്രാശി സർവകലാശാല വള്ളത്തോളിനെയും ആശാനെയും ആണ് ഉള്ളൂരിൻ്റെ ശുപാർശയിൽ തിരഞ്ഞെടുത്തത്. ചക്രവർത്തി നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ വള്ളത്തോൾ തയ്യാറായില്ല. അദ്ദേഹം ആ പുരസ്കാരം നിരസിച്ചപ്പോൾ നാട്ടുരാജ്യപ്രജയായിരുന്ന ആശാൻ സസന്തോഷം അത് സ്വീകരിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് ചക്രവർത്തിയിൽ ഒരു രക്ഷകനെയാണ് ആശാൻ കണ്ടത്. 1908 എഴുതിയ ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന ലഘുകവിതയിൽ ഇങ്ങനെ വായിക്കാം: എന്തിനു ഭാരതധരെ കരയുന്നു, പാരതന്ത്ര്യം നിനക്കു വിധികൽപ്പിതമാണു തായി. ചിന്തിക്ക, ജാതി മതിരാന്തരടിച്ച് തമ്മിൽ അന്തപ്പെടും തനേരെന്തിനായി സ്വരാജ്യം. 1912 എഴുതിയ ഡൽഹി കിരീടധാരണം എന്ന കൃതിയിൽ ധൃതനയ കരുണാബ്ധേ ചക്രവർത്തിൻ ഭവാനിൽ ശ്രുതവിനയധനന്മാർ വിശ്വസിക്കുന്നു ഞങ്ങൾ. മതിപറവതു ഭാഗ്യം മാന്യയാം ഇന്ത്യ മാതാവ് പതിഭുജമതു താങ്ങി പിന്നെയും ധന്യയായി. ഭാരതമാതാവ് ഭൂപതിയായ ചക്രവർത്തിയുടെ പരിലാളനയിൽ ധന്യയായിരിക്കുന്നു എന്നാണ് ആശാൻ പറഞ്ഞു വെച്ചത്. സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകരാൻ വിദഗ്ധമായി ഉപയോഗിക്കപ്പെട്ട ഒരു കാര്യം ഭാരതീയ സംസ്കാരത്തിൻ്റെ അവദാന പ്രകീർത്തനം ആണ്. വള്ളത്തോൾ കവിതയിൽ നിന്ന് അനായാസം നമുക്ക് ഉദാഹരണങ്ങൾ നിരത്താം. സ്വാമി വിവേകാനന്ദൻ ഈ ആർഷ സംസ്കാര പ്രകീർത്തനമാണ് തൻ്റെ പ്രഭാഷണങ്ങളിൽ ഉൾക്കൊള്ളിച്ചത്. വിവേകാനന്ദൻ്റെ ആരാധകനായിരുന്നു ആശാൻ എന്നതിൻ്റെ തെളിവ് വിവേകോദയം തന്നെയാണ്. എന്നാൽ വിശിഷ്ടമായ ഈ പൂർവ്വ സംസ്കൃതിയെപ്പറ്റി വലിയ സംസ്കൃത പണ്ഡിതൻ കൂടിയായിരുന്ന ആശാൻ ഒരക്ഷരം പോലും പറയുന്നില്ല. ഒരുപക്ഷെ മഹാഭാരതം എന്ന ഇതിഹാസകൃതിയെ സ്പർശിക്കാത്ത, ശ്രീകൃഷ്ണൻ എന്ന പദം ഉപയോഗിക്കാത്ത ഒരേ ഒരു കവി ഇന്ത്യയിൽ കുമാരനാശാനായിരിക്കണം. ദുരവസ്ഥയിൽ ചാത്തനെ കൃഷ്ണനായി സാവിത്രി ഒരിക്കൽ സങ്കല്പിക്കുന്നത് ഒഴിച്ചാൽ. വിശ്വസിച്ചതും പ്രചരിപ്പിച്ചതും അദ്വൈത സിദ്ധാന്തമാണെങ്കിലും നാരായണഗുരു ശ്രീശങ്കരനെ പറ്റി പരാമർശിക്കുന്നുണ്ടോ? തീർച്ചയില്ല, ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഊർജത്തിൻ്റെ കലവറ നിറവായി ഉപയോഗിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ബാലഗംഗാധര തിലകനും അരവിന്ദ ഘോഷും ഗാന്ധിയും വിനോബ ഭാവെയും അതുപയോഗിച്ചു. എന്തിന്? നിരീശ്വരവാദിയായ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിലും ഭഗവത്ഗീത കടന്നു വരുന്നുണ്ട്. കർമ്മയോഗത്തിൻ്റെ വഴിക്കും ജ്ഞാനയോഗത്തിൻ്റെ വഴിക്കും ഭക്തിയോഗത്തിൻ്റെ വഴിക്കും വ്യാഖ്യാനിക്കപ്പെട്ട ആ ഗ്രന്ഥം ആശാൻ കണ്ടതായിപ്പോലും സൂചനയില്ല. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രത്യക്ഷ മുഖങ്ങളിലൊന്ന്
ജാതി നിർമ്മാർജ്ജന ശ്രമം ആയിരുന്നു. കോൺഗ്രസ് അതൊരു കർമ്മപരിപാടിയായി അംഗീകരിച്ചത് 1916 ആ ആശയം കേരളത്തിൽ അതിനു മുൻപേ നടന്നിരുന്നു. ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുവും ഒരു കൊട്ടിഘോഷിക്കലുമില്ലാതെ മിശ്രഭോജനം ഒരു സാധാരണ കാര്യമായി കണ്ടിരുന്നു. 1914 ഹരിപ്പാട് ശ്രീരാമകൃഷ്ണാശ്രമം തുടങ്ങിയപ്പോൾ അവിടെ മിശ്രഭോജനം ഒരു സാധാരണ സംഭവമായിരുന്നു. ഒരു തീയൻ്റെ വിവാഹസദ്യയിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചതിന് മഞ്ചേരി രാമയ്യരെ ഭ്രഷ്ടനാക്കുകയുണ്ടായി. ആശാനുമായി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിന് ഉള്ളൂരിന് ജാതിഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു. ഇതൊക്കെ 1912-13 കാലത്തിന് മുമ്പാണ്. 1996-97 കാലത്താണ് നമ്പൂരിയായ CS സുബ്രഹ്മണ്യം പോറ്റിയും ഈഴവനായ കുമാരനാശാനും ഭട്ടരായ ഉള്ളൂരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. അത്തരം കൂടിച്ചേരലുകളിൽ ഒന്നിൽ വെച്ചാണല്ലോ പോറ്റി ഒരു വിലാപം വായിച്ചതും ആശാൻ്റെ വീണപൂവ് ശ്രദ്ധയിൽപ്പെട്ടതും. എന്തിന്, നാരായണ ഗുരു ജനിക്കും മുൻപ് മരിച്ച വൈകുണ്ഠസ്വാമി മിശ്രഭോജനം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. എന്നാൽ 1917 സഹോദരൻ അയ്യപ്പൻ നടത്തിയ മിശ്രഭോജനത്തോടെയാണ് അത് ഒരു സമരായുധം ആയത്. പക്ഷേ കുമാരനാശാൻ അന്ന് മിശ്രഭോജനത്തിനെതിരായി മുഖപ്രസംഗം എഴുതി. പൊടുന്നനവേ ഉണ്ടാവുന്ന ഇത്തരം ദുരാചാര ലംഘനങ്ങൾ അനാവശ്യമായ കലാപത്തിന് വഴിവെച്ചേക്കാമെന്ന് മിതവാദിയായ ആ MLC കരുതിയിട്ടുണ്ടാവണം. ജാതി ചിന്തയുടെ അർത്ഥശൂന്യതയെ വെളിപ്പെടുത്തിക്കൊണ്ട് മഹാകവി ശക്തമായ ഭാഷയിൽ വരികൾ എഴുതിയത് ചണ്ഡാലഭിഷിയിലാണ്. വല്ലി തന്നെ അഗ്രത്തിൽ നിന്നോ മേഘത്തിൽ നിന്നോ അല്ല ദ്വിജൻ ജനിക്കുന്നത്. ജാതി രക്തത്തിലുണ്ടോ, മജ്ജയിലുണ്ടോ, അസ്ഥിയിലുണ്ടോ? പുണ്ഡ്രവും പൂണൂലും ശിഖയും ജന്മജമാണോ? ശിക്ഷ കൂടാതെ അക്ഷരബ്രഹ്മം ദ്വിജൻ അറിയുമോ? എന്നിങ്ങനെ യുക്തിഭദ്രവും ഹൃദയസ്പൃക്കുമായ ഒട്ടേറെ ചോദ്യങ്ങൾ ചണ്ഡാലഭിഷിയിൽ കാണാം. അവയുടെ അനുബന്ധമായിട്ടാണ് നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കുന്ന കാട്ടുപുല്ലല്ല സാധു പുലയൻ എന്നും ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം എന്നും അതിന് സമ്മതം നൽകുക വിവേകശാലിയായ ഭരണാധികാരിക്ക് യോജിച്ചതല്ല എന്നും ആശാൻ കുറിച്ചിട്ടത്. എന്നാൽ ഈ വാക്കുകൾ ശ്രീബുദ്ധൻ്റെ വാക്കുകളായിട്ടാണ്, ആശാൻ്റെ വാക്കുകളായിട്ടല്ല രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. സവർണ മേധാവിത്വത്തിൽ നിന്നുള്ള മോചനം എന്നായിരുന്നു കുമാരനാശാന് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം. അതിന് സഹായകമായിരുന്നു ബുദ്ധമതം. ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ആശാൻ ഊർജം പകരുന്ന ചിന്താധാരയായിരുന്നു എന്ന് പറയുവാൻ തെളിവുകളില്ല. ജാതിരക്ഷസ് അണവരിടങ്ങളിലൊക്കെ എത്തി നേർപ്പിൻ എന്നിടത്ത് ഈ സ്വാതന്ത്ര്യബോധം അവസാനിക്കുന്നു. നരൻ അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പതു തീണ്ടലാണ് പോലും, നരകമെവിടമാണ് ഹന്ത കഷ്ടം ഹരഹര ഇങ്ങനെ വല്ല നാടുകൊണ്ടു എന്ന ചോദ്യം ആ നിലപാട് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നു. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന അനുഷ്ഠിപ്പ് ആശാൻ്റെ സ്വാതന്ത്ര്യബോധത്തിൻ്റെ വിളംബരമായി തന്ത്രപൂർവ്വം വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ആശാൻ കവിതകൾ വായിക്കാത്തവരെ പറ്റിക്കാൻ കൊള്ളാം. ആശാൻ്റെ ലഘുകൃതികളുടെ സമാഹാരമായ മണിമാലയിലെ ഒരു ഉത്ബോധനം എന്ന കവിതയിലുള്ളതാണ് ഈ വരികൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഈ കവിതയ്ക്ക് പുലബന്ധം പോലുമില്ല എന്നുള്ളതാണ് സത്യം. 1922 ഇതിൻ്റെ രചന. വെയിൽസ് രാജകുമാരിൽ നിന്നും ബഹുമതി വാങ്ങിയതിൻ്റെ തൊട്ടടുത്ത വർഷം. സൂര്യൻ കിഴക്കുദിക്കാറായി, സ്വാതന്ത്ര്യമതു നേടാൻ സ്വോത്സാഹം എഴുന്നേറ്റ് വരുവിൻ എന്ന കാവ്യാരംഭം ഉപരിപ്ലവമായ വായനയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുയിലുണർത്തലായി തോന്നാം. എന്നാൽ 1922 സ്വാതന്ത്ര്യം കയ്യെത്താത്ര അകലെയായിരുന്നു എന്നുള്ളതല്ലേ വാസ്തവം. വക്കം സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം, രണ്ടാം ലോക മഹായുദ്ധം, എത്ര മഹാസംഭവങ്ങൾ പിന്നിട്ടിട്ടാണ് 1947 നാം എത്തുന്നത്. 921 കയ്യെത്തുന്ന അകലത്തായിരുന്നില്ല 947. പരമകാരുണികനായ ഭഗവാൻ സൃഷ്ടിച്ച വർണ്ണാഭമായ പൂക്കളിൽ നിന്നും തേൻ നുകരാൻ പോകൂ
എന്ന് തേനീച്ചകളോടുള്ള ഉത്ബോധനമാണ് ആ കവിത. മധു നുകരൂ, അത് അപഹരിക്കാൻ വരുന്നവരെ കൂർത്ത കൊമ്പുകൊണ്ട് കുത്തി ഓടിക്കൂ എന്നാണ് ആഹ്വാനം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പടച്ചട്ട അഹിംസയായിരിക്കവേ ഇതെങ്ങനെ സ്വാതന്ത്ര്യ സമര ഉത്ബോധനമാവും? ജാതി വ്യത്യാസങ്ങളോടുള്ള എതിർപ്പിൽ ആശാൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പം ഒതുങ്ങി എന്നതിന് ഇനിയുമുണ്ട് തെളിവുകൾ. 1917 മെയ് മാസത്തിൽ മിതവാദിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഗോഖലെ, ഗാന്ധി, ടാഗോർ എന്നിവരോട് ഇന്ത്യയിലുള്ളതുപോലെ ജാതിപരമായ അടിമത്തം വിദേശങ്ങളിലുണ്ടോ എന്ന് ആശാൻ ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു വെള്ളക്കാരന് ഇന്ത്യക്കാരൻ നോക്കത്തത്ര ദൂരം വഴിമാറി കൊടുക്കണോ? വെള്ളക്കാരൻ ഇന്ത്യക്കാരനെ തൊട്ടാൽ കുളിക്കണോ? ആശാൻ ഉദ്ദേശിച്ച സ്വാതന്ത്ര്യം ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല, ജാതി സങ്കീർണതയിൽ നിന്നും സാവകാശമുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം മാത്രമായിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിതാന്ത ജാഗ്രത, അതായിരുന്നു ആശാൻ്റെ സ്വാതന്ത്ര്യബോധം. 1919 ആനി ബസന്റിന് അഭിവാദ്യമർപ്പിക്കുമ്പോൾ അന്ന് അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വ നിലയിലായിരുന്നു എന്നോർക്കണം. സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിലല്ല ആശാൻ അവരെ ആദരിച്ചത്. സ്വരാജ്യപ്രകാശത്തെ മഞ്ഞൾ പരത്തി സ്ഥിരാനന്ദമാം ദ്യോവ് നോക്കി തിളക്കി സ്ഫുരൽക്കാന്തി കൈക്കൊണ്ട് നീ നിൽക്കെ നീണാൽ പരബ്രഹ്മവിദ്യാലയ പൊൻവിളക്കി. സ്വരാജ്യപ്രകാശം സ്വന്തം രാജ്യത്തിൻ്റെ പ്രകാശമാണ്, ജാതി വ്യത്യാസമില്ലാത്ത ഇംഗ്ലണ്ടിൻ്റെ പ്രകാശം എന്നാവാം ആശാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. 1921 മാപ്പിളകളെ സാമ്രാജ്യത്വത്തിനെതിരായ കലാപമായി ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കൃഷിക്കാർ അധികവും മുസ്ലിങ്ങൾ, ജന്മിമാർ അധികവും ഹിന്ദുക്കൾ എന്ന അവസ്ഥയിൽ ജന്മിത്വത്തോടുള്ള എതിർപ്പ് ഹിന്ദുവിനോടുള്ള മുസ്ലിമിൻ്റെ എതിർപ്പായി വ്യാഖ്യാനിക്കാം. സാമ്രാജ്യത്വം അങ്ങനെയാണ് ആ എതിർപ്പിനെ വ്യാഖ്യാനിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ നിലയിലാണ് ആശാനും അത് കണ്ടത് എന്നോർക്കണം. അതിൻ്റെ സാമ്രാജ്യത്വ വിരുദ്ധ സ്വഭാവം ആശാൻ കണ്ടില്ല. കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണമെന്തുമാവട്ടെ, ഏത് കലാപവും പോലെ ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ അത് ശുദ്ധ തെമ്മാടിത്തം മാത്രമായി. ബ്രിട്ടീഷുകാർ ഈ റൗഡിസത്തിന് നൽകിയ വ്യാഖ്യാനമാണ് ആശാന് സ്വീകാര്യമായി തോന്നിയത്. ആയുധമേന്തി കൊലവിളി നടത്തിയ മുസ്ലിം അക്രമി സംഘത്തെ ദുഷ്ടമഹമ്മദർ എന്നാണ് ആശാൻ വിശേഷിപ്പിച്ചത്. ക്രൂര മഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നെഴുവും ഏറെ നാട്ടിൽ എന്നാണ് കാവ്യാരംഭം. സ്വാതന്ത്ര്യഗാഥ എന്ന പേരിൽ തന്നെ ഒരു കവിത 1897 ആശാൻ എഴുതി. നിന്റെ സ്വന്തം കുട്ടികൾ നിരപരാധർ, അന്ധവും ക്രൂരവുമായ വ്യവസ്ഥിതിയിൽ പീഡിതരാണ്. ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങയുടെ കാരുണ്യം മാത്രമേ സഹായകമായുള്ളൂ എന്നാണ് കവി പറയുന്നത്. ഒരുന്നു ഞങ്ങൾ പിതാവേ, നിൻ കൺമുന് ദൂരത്തു തെന്മഴ ചാറുമെന്നും ക്രൂരത തന്നെ നേരെ അതു തന്നെ ഘോരമിടിത്തിയായി മാറുമെന്നും കവി ആശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ അവദാന കീർത്തനം ആണ് സ്വാതന്ത്ര്യഗാഥ. രക്ഷകനായ പിതാവ് ദൂരെയാണ്, അടുത്തുള്ള രാജാവല്ല, ദൂരെയുള്ള ജോർജ് അഞ്ചാമനാണ് പിതാവ് എന്ന് വ്യക്തം. സ്വാതന്ത്ര്യ രാജ്യത്തിൻ സമ്രാട്ടെ, തേജസ്സിൻ വ്രാതമാം സ്വർണസിംഹാസനത്തിൽ ജ്യോതിഷ്കിരണാവലി ചെങ്കോൽ തൃക്കൈയിൽ ജ്യോതിപ്പിച്ച അമ്പുന്ന തമ്പുരാനെ നിന്തിരുവടി നിന്തിരുവാഴ്ച ജയിക്കട്ടെ എന്നാരംഭിക്കുന്ന കവിതയിൽ സന്തതം ഘോഷിച്ചു മാറ്റലിക്കൊള്ളട്ടെ നിൻ തിരുനാമം ഭുവനമെങ്ങും എന്നും വായിക്കാം. സമകാലീന ജീവിതത്തെ സ്പർശിക്കുന്ന ഒരേ ഒരു കൃതിയെ ആശാൻ എഴുതിയിട്ടുള്ളൂ. അത് വിലക്ഷണ കാവ്യമാണ് എന്ന് അദ്ദേഹം ഏറ്റു പറയുകയും ചെയ്തിരിക്കുന്നു. ദുരവസ്ഥ എൻ്റെ മറ്റു കൃതികളെ അപേക്ഷിച്ച് വിലക്ഷണ രീതിയിലുള്ള ഒരു കാവ്യമാണ്. വർത്തമാനകാലത്തും വായനക്കാരുടെ മുൻപിലും നടക്കുന്ന സംഭവങ്ങളെ ആധാരമാക്കി എന്ന് മാത്രമല്ല, അവയെ കഴിയുന്നത്ര തന്മയത്തോടുകൂടി വർണ്ണിപ്പാൻ ആശിച്ചുകൊണ്ടും രചിക്കപ്പെടുന്ന കഥാരൂപമായ കവിതകളിൽ സാരസ്യം വരുത്താൻ പ്രയാസമാണെന്നും പറയേണ്ടതില്ലല്ലോ. ഭൂതകാലവും പരോക്ഷതയുമാണ് കവിതാ ചിത്ര നിർമ്മാണത്തിന് പറ്റിയതായി പണ്ടുപണ്ടേ അറിയപ്പെടുന്നതും സ്പൃഹണീയവും ആയ ഭിത്തികൾ. എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരമാം ജാതിയാൽ
നൂനം അലസിപ്പോയി ഭാരതമാതാവേ നിൻവയറ്റിൽ എന്നാശാൻ എഴുതി. ഈ മഹാദുഷ്ടത്തിന് കാരണം ആശാൻ്റെ കാഴ്ചപ്പാടിൽ ക്രൂരമായ ജാതി വ്യവസ്ഥ മാത്രമാണ്. സ്വതന്ത്ര അസ്മൽ കുലപൂർവർ ആർത്തത്രാണത്തിനായി ശസ്ത്രമെടുത്തു കയ്യിൽ പാഴുച്ച കയ്യാൽ പരതന്ത്രനാമവും പാവങ്ങൾ തന്മൂർധനി കല്ലിടുന്നു എന്ന വള്ളത്തോളിൻ്റെ കാഴ്ചപ്പാട് ഇതിൽ നിന്നും ഭിന്നമാണ്. ഉപനിഷത്ത് കാലത്തെ ഉദാത്ത ചിന്തയായ സ്വാതന്ത്ര്യം നശിച്ച് പാരമ്പര്യം കടന്നു വന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് വള്ളത്തോൾ പറയുമ്പോൾ ആ പൂർവ്വകാല മഹിമ ആശാൻ ശ്രദ്ധിക്കുന്നില്ല. ആശാന് പാരതന്ത്ര്യം ജാതിമതഭേദത്തിൽ നിന്ന് ജനിച്ചതാണ്. വള്ളത്തോളിന് ആ അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. വള്ളത്തോളിൻ്റെ പാരതന്ത്ര്യം രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഇരുവരും പറഞ്ഞ കാര്യങ്ങളിൽ സമാനതകളുണ്ടെങ്കിലും അവർ അതിലേക്ക് എത്തിയ ആശയമാർഗങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു. തായാട്ട് ശങ്കരൻ അത് കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തായാട്ടിൻ്റെ വാക്കുകൾ കേൾക്കുക. നവോത്ഥാന നായകന്മാർ സാമൂഹ്യ പരിഷ്കരണത്തിനായി അംഗീകരിച്ച റാഷണൽ ചിന്താഗതിയുടെ ശബ്ദമാണ് ആശാൻ കവിതയിൽ പ്രതിധ്വനിക്കുന്നത്. ഭാരതാഭിമാനം ഉണർത്തി അനാചാരങ്ങളെ തിരുത്താൻ പ്രേരിപ്പിക്കുക എന്ന ദേശീയ ബോധത്തിൻ്റെ സ്വരമാണ് വള്ളത്തോൾ കവിതയിൽ അനുരണനം ചെയ്യുന്നത്. ബ്രാഹ്മണ പൗരോഹിത്യത്തെ ചോദ്യം ചെയ്ത റാംമോഹൻ റായുടെ കാഴ്ച ആശാന് സ്വീകാര്യമാണ്. അതുമാത്രമായിരുന്നു സ്വീകാര്യം. ഭൂതകാലമേന്മയെ തോറ്റിയുണർത്തി സ്വാതന്ത്ര്യത്തിന് ജീവവായുവാക്കുന്ന വിവേകാനന്ദ വാണി ഭാരത പ്രശസ്തി സ്മരണ ആശാനെ സ്പർശിച്ചതേയില്ല. വള്ളത്തോളിനെ ഏറ്റവും ആഴത്തിൽ സ്പർശിച്ചത് അതാണ് താനും. ഇനി അടുത്ത ഒരു തർക്ക വിഷയത്തിലേക്കാണ് കിടക്കുന്നത്. സ്നേഹഗായകൻ എന്ന വിശേഷണം ആശാൻ്റെ പര്യായമായ മട്ടിൽ പോലും പ്രചരിക്കുന്നുണ്ട്. മുണ്ടശ്ശേരി എങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ആശാൻ കവിത വായിച്ചിട്ടുള്ളവരും വായിച്ചിട്ടില്ലാത്തവരും അത് ഏറ്റുപറയണം എന്നില്ലല്ലോ. സ്നേഹസാഫല്യത്തിൻ്റെ കഥകളല്ല, സ്നേഹപരാജയത്തിൻ്റെ കഥകളാണ് ആശാൻ തൻ്റെ പ്രധാന കൃതികളിലെല്ലാം പറഞ്ഞു വച്ചിട്ടുള്ളത്. നളിനി, നീല, കരുണ, ചണ്ടാലഭിഷികി, ചിന്താവിഷ്ടയായ സീത. എന്തിന് വീണപൂവിനും സ്ഥിതി അതുതന്നെയാണ്. വിലക്ഷണ കാവ്യമായ ദുരവസ്ഥയിൽ മാത്രമാണ് നായികാനായകന്മാർ ഒന്നിച്ചു ചേരുന്നത്. ഗത്യന്തരമില്ലാത്തതുകൊണ്ടാണ് അതിലങ്ങനെ സംഭവിച്ചത്. ആ അവസ്ഥയെ ആശാൻ വിളിച്ചതോ ദുരവസ്ഥ എന്നും. വിവാഹം കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷമുള്ള അവസ്ഥയാണ് ആശാൻ ആ കൃതിയിൽ വിവരിക്കുന്നതെങ്കിൽ ആ ശീർഷകം അന്വർത്ഥമായേനെ. എന്നാൽ കൃഷ്ണവർണ്ണനായ നായകനെ രാസക്രീഡ വായിച്ച് കേൾപ്പിക്കുന്ന നായികയെപ്പറ്റിയാവുമ്പോൾ എനിക്കതിൻ്റെ പൊരുൾ മനസ്സിലാവുന്നേയില്ല. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി നേടുന്നു. സ്നേഹത്തെ കരുതി 100 ആവർത്തി ചത്തിയിടുവിൻ. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, സ്നേഹസാരമിഹ സത്യമേകമം. എന്നിങ്ങനെ ഒരുപാട് സ്നേഹപ്രകീർത്തനം ആശാൻ നടത്തിയിട്ടുണ്ട് എന്ന് വാസ്തവം തന്നെയാണ്. ആഹന്ത കോശമിഹ ഞാൻ എഴുതിയിടിലേക്കും സ്നേഹത്തിന് ആത്മസുഖം എന്നൊരു സ്വപ്നം കൂടി എന്നും അദ്ദേഹം എഴുതി. ആത്മസുഖം ആണോ സ്നേഹം? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുന്നവരാണ് വിവേകികൾ എന്ന പരമാർത്ഥം അറിയാത്ത ആളല്ലല്ലോ ആശാൻ. ആത്മസുഖത്യാഗമാണ് സ്നേഹം എന്ന് ബുദ്ധശിഷ്യന് നാണുഗുരുവിൻ്റെ അനുയായിക്ക് അറിഞ്ഞുകൂടെ? ആത്മസുഖത്തിന് സ്വാർത്ഥത എന്നല്ലേ അർത്ഥം? ലോകത്തെ സ്നേഹിക്കാൻ സുസുഖത്തെ, ആത്മസുഖത്തെ വെടിഞ്ഞ ഋഷി പരമ്പരയായിരുന്നു ആശാൻ്റെ മുമ്പിൽ ബുദ്ധൻ, നാരായണഗുരു. ചിന്നസ്വാമി അതല്ല തൻ്റെ വഴി എന്ന് മനസ്സിലാക്കി സാധാരണ ലൗകിക എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണോ തനിക്ക് സ്നേഹം ആത്മസുഖമാണ് എന്ന് പറഞ്ഞത്? സ്നേഹരൂപൻ എന്ന് ബുദ്ധനെ അല്ലെങ്കിൽ നാരായണഗുരുവിനെ വിശേഷിപ്പിക്കുന്ന പോലെ ആ പദം കൊണ്ട് ആശാനെ വിശേഷിപ്പിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതാണോ? ആത്മശബ്ദം കൊണ്ട് സ്വന്തം എന്ന അർത്ഥമല്ല ആശാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വാദിക്കാനും തരമില്ല. കാരണം ജീവാത്മാവിനെയല്ല പരമാത്മാവിനെയാണ് ആശാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ് എന്ന അദ്വൈത ചിന്ത അദ്ദേഹത്തിന് അറിയാമായിരുന്നില്ല എന്ന് വരില്ലേ? മാത്രമല്ല പരമാത്മാവിനുണ്ടോ രാഗോദ്വേഷാദി ഭാവങ്ങൾ? സ്നേഹത്തെയും സ്വാതന്ത്ര്യത്തെയും ചേർത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട് ആശാൻ കവിതയിൽ. യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹിച്ചെങ്കിൽ.
ഒരു പെൺകുട്ടിക്ക് മനസ്സിണങ്ങിയ പുരുഷനെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ അവകാശമുണ്ട്. ശരിയാണ്. അതേസമയം അങ്ങനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത പെൺകുട്ടികളുടെ ജീവിത വിജയകഥയല്ല ആശാൻ പറഞ്ഞത് എന്നുകൂടി കാണണം. ആശാൻ ചിത്രീകരിച്ച ഏതെങ്കിലും ഒരു നായികയ്ക്ക് സുഖകരമായൊരു കുടുംബജീവിതം ലഭിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടികൾ സ്വന്തം ഇച്ഛയനുസരിച്ച് ജീവിത പങ്കാളിയെ മാത്രമല്ല ദുഃഖത്തെ കൂടി സ്വീകരിച്ചു എന്നാണോ ആശാൻ പറയാൻ ഉദ്ദേശിച്ചത്? സ്നേഹം തെളിയിക്കുവാൻ കാണിച്ചു തരുന്ന രംഗങ്ങളോ? മകൾ വേർപിരിഞ്ഞ ദുഃഖത്തിലാണ് നളിനിയുടെ അച്ഛനമ്മമാർ മരിച്ചത്. ഹസിക്കരുത് ചെയ്തു കേവലം സാഹസത്വം ഇവളെന്ന് സാത്വികൾ ഏഹവും സുഖവുമൊക്കെ വിട്ട് തൻ സ്നേഹമൂതി അത് ചെയ്തതാണിവൾ. ലീലയിലെത്തുമ്പോൾ അച്ഛനമ്മമാർ മരിച്ച വിവരം പോലും മകൾ അറിയുന്നില്ല. കാമുകൻ സ്ഥലം വിട്ടുപോയി എന്ന ദുഃഖത്തിലാണ് അവൾ കരഞ്ഞത്. അത് പിതൃവിയോഗ ദുഃഖത്താലാണ് എന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു അവളുടെ ഭാഗ്യത്തിന് എന്നാണ് ആശാൻ വർണ്ണിച്ചു വെച്ചത്. എതിർച്ചയാകേണ്ട സുന്ദരനായൊരു സന്യാസിയുടെ പിന്നാലെ പോകാൻ പിറന്ന വീടും പോറ്റി വളർത്തിയ മാതാപിതാക്കളും ഒന്നും മാതങ്കിക്ക് തടസ്സമായില്ല. അഭയം തേടി വന്ന അന്തർജനത്തിന് അലോസരമുണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വന്തം അമ്മയെയും പെങ്ങളെയും മാറ്റി താമസിച്ചാണ് ചാത്തൻ്റെ സ്നേഹപ്രകടനം. ഇതൊക്കെ എന്തുമാതിരി സ്നേഹമാണ്! ജീവിതക്ലേശങ്ങൾക്ക് ഔഷധമാണ് കുട്ടികൾ എന്നറിഞ്ഞിരുന്നു ആശാൻ. നരജീവിതമായ വേദനയ്ക്ക് ഒരു മട്ടർഭകർ ഔഷധങ്ങൾ താൻ എന്ന്. മികച്ച പല ബാലകവിതകളും എഴുതിയ ആശാൻ പൂക്കുന്നത് രാമല്ല, പൂക്കുന്നിലഞ്ഞി തുടങ്ങിയവയൊക്കെ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ കാവ്യലോകത്തിൽ പക്ഷെ കുട്ടികളില്ല, മക്കളുടെ സ്നേഹപരിലാളനകൾ ഏൽക്കുന്ന വൃദ്ധന്മാരില്ല, കുടുംബമില്ല. സമസ്ത ചരാചരങ്ങളെയും സ്വതന്ത്രമായി സ്നേഹിക്കുന്ന ഋഷിമാരെ ബന്ധുരകാഞ്ചന കൂട്ടിലടയ്ക്കാൻ ശ്രമിച്ചവരാണ് ചില നായികമാർ. ലോകത്തെ തറവാടായി കണ്ടവരെ സ്വന്തം സ്നേഹത്തിൻ്റെ ചങ്ങലയിൽ ബന്ധിക്കാനുള്ള ശ്രമമാണോ സ്നേഹമായി വ്യാഖ്യാനിക്കേണ്ടത്? ഈ മഹാനായ അസാധാരണനായ കവിയെ യുക്തിഭദ്രമല്ലാത്ത മട്ടിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഗായകൻ, സ്നേഹത്തിൻ്റെ ഗായകൻ എന്നൊക്കെ മുദ്രകുത്തുന്നതിലാണോ അംഗീകരിക്കേണ്ടതും ആദരിക്കേണ്ടതും? കവികൾ, നിരൂപകന്മാർ നല്ല നിരൂപകന്മാർ ആവുന്നതിന് ധാരാളം തെളിവുകൾ ലോക സാഹിത്യത്തിലുണ്ട്. ഭാരതീയ കാവ്യമീമാംസകരിൽ പലരും നല്ല കവികളായിരുന്നു എന്ന് വേണം കരുതാൻ. ആ പാരമ്പര്യം ഭാഷാഭൂഷണത്തിലും വൃത്തമഞ്ജരിയിലും നമുക്ക് കാണാം. ആശാൻ ഏതാണ്ട് 100ഓളം കൃതികൾ നിരൂപണം ചെയ്തിട്ടുണ്ട്. പത്രാധിപർ എന്ന നിലയിൽ നിരൂപണത്തിനായി അയച്ചുകെട്ട് കൃതികളാണ് അദ്ദേഹം നിരൂപണം ചെയ്തത് എന്നൊരു പരിമിതിയുണ്ട്. തനിക്കിഷ്ടപ്പെട്ട കൃതികളെ വിലയിരുത്തുകയല്ല അദ്ദേഹം ചെയ്തത് എന്നർത്ഥം. അങ്ങനെ വിമർശന വിധേയമായ കൃതികളുടെ കൂട്ടത്തിൽ ക്ഷുദ്രകൃതികൾ ഉൾപ്പെട്ടിരിക്കാം. അതേസമയം മഹാകവി വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും പന്തളം ഗൈരവർമ്മയുടെയും കൃതികളും വിമർശന വിധേയങ്ങളാക്കിയിട്ടുണ്ട്. പുസ്തകങ്ങൾ മാത്രമേ അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ, ഗ്രന്ഥകാരന്മാരുണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ CPH മേനോൻ്റെ ചേരിയിൽപ്പെട്ട നിരൂപകനായിരുന്നു ആശാൻ. പാശ്ചാത്യ കാവ്യ നിരൂപണ സമ്പ്രദായം ആശാന് തീരെ അപരിചിതമായിരുന്നു എന്ന് വിചാരിക്കാൻ ന്യായമില്ല. എങ്കിലും പൗരസ്ത്യ കാവ്യമീമാംസയായിരുന്നു വിലയിരുത്തുമ്പോൾ ആശാൻ്റെ വഴികാട്ടി. കാവ്യപ്രമേയത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം ബോധവാനായിരുന്നു. എങ്കിലും രചനയിലെ നേട്ടങ്ങളും കോട്ടങ്ങളും പരിശോധിക്കുന്നതിലായിരുന്നു അദ്ദേഹം ശ്രദ്ധിച്ചത്. എന്തെഴുതണം എന്ന് തീരുമാനിക്കേണ്ട എഴുത്തുകാരനാണ്. അയാൾ എന്തിനെപ്പറ്റി എഴുതി എന്ന കാര്യം പരിശോധിക്കേണ്ട എന്നല്ല. ഉദാഹരണമായി ജുഗുപ്സാവഹമായ കാര്യങ്ങൾ, അധാർമികതയെ പ്രകീർത്തിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കണം. പറഞ്ഞത് ഭംഗിയായോ എന്നതിലാണ് വായനക്കാരനായ നിരൂപകൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായിരുന്നു ആശാൻ്റെ കാഴ്ചപ്പാട്. ശ്രദ്ധാലുവായ വായനക്കാരനാണല്ലോ നിരൂപകൻ. കാവ്യദേവതയുടെ ഹൃദയ സാന്നിധ്യം അനുഭവമാത്രവേദ്യമാണ് എന്നാണ് ആശാൻ്റെ പക്ഷം. കാവ്യരചനയ്ക്ക് സമകാലീന വിഷയങ്ങളെക്കാൾ ഗതകാല വിഷയങ്ങളാണ് ഗുണകരമാവുക എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ മുൻപ് കണ്ടു. 14 കൊല്ലത്തോളം SNDPയുടെ ജനറൽ സെക്രട്ടറിയായും തിരുവിതാംകൂർ നിയമസഭാ അംഗമായും പൊതുജനജീവിതവുമായി പലതലത്തിൽ ഇടപെട്ട ആശാൻ്റെ പ്രമുഖ കൃതികളിലൊന്നും കേരളീയ ജീവിതമില്ല എന്നോർക്കുക. കഥകൾ നടക്കുന്നത്
ഹൈമവധഭൂവിലും ഉത്തരമധുരാപുരിയിലും വാൽമീകിയുടെ ആശ്രമ പരിസരങ്ങളിലും ഒക്കെയാണ്. ഏക അപവാദം വിലക്ഷണ കാവ്യമായ ദുരവസ്ഥയും. കാവ്യദേവതയുടെ ഹൃദയ സാന്നിധ്യം അനുഭവമാത്രവേദ്യമാണ് എന്നാണ് ആശാൻ്റെ പക്ഷം. ഗിരിശിഖരങ്ങളിലും ശുഭ്രമീജി ഭംഗവ്യാകുല ജലമാർന്ന സാഗരങ്ങളിലും പുഷ്പിത വനഭൂക്കളിലും പതിഞ്ഞ കാവ്യദേവതയുടെ പാദമുദ്രകൾ അനശ്വരങ്ങൾ എന്നാശാൻ പറയുന്നു. അതിനർത്ഥം മികച്ച സാഹിത്യരചനകൾക്ക് സമകാലീന പ്രാധാന്യത്തിനപ്പുറം കാലാതീതമായ പ്രസക്തിയുണ്ട് എന്നാണല്ലോ. ഏതനുഭവത്തെയും രസകരമാക്കാൻ കാവ്യദേവതയ്ക്കാവും. അമ്മ മരിച്ച കുഞ്ഞിൻ്റെ കണ്ണുനീരിലും പടയാളിയുടെ വാൾത്തലപ്പിലും കാവ്യദേവത വിളയാണ്. കാവ്യകല അഥവാ ഏഴാമിന്ദ്രിയം എന്ന കവിതയിൽ അദ്ദേഹം എവിടെയൊക്കെ കവിതയുടെ സാന്നിധ്യം കാണുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മാനഞ്ചിമ്മിഴിയുടെ ചാഞ്ഞ ചില്ലിമേലും ധ്യാനസ്ഥൻ മുനിയുടെ ഹസ്തമുദ്രമേലും അദ്ദേഹം കവിതയുടെ സാന്നിധ്യം കാണുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും കാവ്യത്തിൻ്റെ മധുരിമ നിലനിൽക്കും. ചന്ദനം വെന്താലും സുഗന്ധം പ്രസരിക്കുമല്ലോ. കാർമേഘം മൂടിയാലും ചന്ദ്രൻ്റെ കാന്തി നിലനിൽക്കുമല്ലോ. ശബ്ദസൗന്ദര്യത്തിൽ അധിഷ്ഠിതമായ പാട്ടിനേക്കാൾ മേലെയാണ് അർത്ഥമുള്ള കവിത. ആ വിശിഷ്ട മൃദുഗാനമിനിയും കുവിടായ്ക കുയിലേ അനക്ഷരം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്നു ഭാഷ ഇത് അപൂർണം ഇങ്ങഹോ വന്നുപും പിഴയും അർത്ഥശങ്കയാൽ എന്ന് തേങ്ങിയ മഹാകവിയാണ് ആശാൻ. ശബ്ദത്തിൽ മാത്രം രമിക്കുന്നതല്ല ഉത്തമ കവിത. ശങ്കാഭേദമുരയ്ക്കും അർത്ഥരുചിയെങ്ങ് എങ്ങാ വെറും ശബ്ദമാവ് അങ്കോലക്കുരുവിൻ്റെ എണ്ണയിലെഴുന്ന ജാലകൗതൂഹലം എന്ന ചോദ്യം ശ്രദ്ധിക്കുക. പുതുകവികൾക്ക് ആശാൻ കാവ്യരചനയെപ്പറ്റി വിലപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അർത്ഥം വെടിയരുത്, അപശബ്ദങ്ങൾ പാടില്ല, ശബ്ദാഡംബരം വേണ്ട, അശ്ലീലം വയ്യ, തിരക്കിട്ട് എഴുതരുത്. ഇത്രയുമാണ് ഗൃഹപാഠം. കാവ്യത്തിൻ്റെ ആത്മാവ് ധ്വനിയാണ് എന്നത് പരമസത്യമാണ്. കാവ്യകാരണം, കാവ്യപ്രയോജനം എന്നിവയിലേക്ക് ആശാന് വഴികാട്ടി ഭാരതീയ കാവ്യമീമാംസാ തത്വങ്ങൾ തന്നെയായിരുന്നു. ആശാൻ പത്രാധിപത്യം വെച്ച വിവേകോദയം, പ്രതിഭ എന്നീ മാസികകളിലെ പുസ്തകാഭിപ്രായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാര്യം വ്യക്തമാകും. പ്രതിഭയിലെ പുസ്തകാഭിപ്രായ പങ്ക്തിയുടെ പേര് തന്നെ സരസ്വതീ രംഗം എന്നായിരുന്നു. പദവാക്യശുദ്ധിയുടെ കാര്യം ആശാൻ ആവർത്തിക്കുന്ന കാര്യമാണ്. NK നാരായണൻ എന്നൊരാൾ എഴുതിയ ഗുണവതി വിക്ടോറിയ എന്ന കൃതിയുടെ നിരൂപണം നോക്കിയാൽ ഇത് മനസ്സിലാവും. ഇത്ര ദുഷിച്ച രീതിയിൽ എഴുതപ്പെട്ട വാചകങ്ങൾ ഞങ്ങൾ വേറെ ഒരിടത്തും വായിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു. തെറ്റി ഉപയോഗിച്ച പദങ്ങളുടെ ഒരു പട്ടിക തന്നെ നിരത്തി. മലയാളി പ്രയോഗിക്കാൻ പഠിക്കുന്ന പദഘടനകളുടെ കൂമ്പാരമാണ് ആ കൃതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിലെ തെറ്റുകൾ അടുത്ത പതിപ്പിൽ തിരുത്താം എന്ന ഗ്രന്ഥകാരൻ്റെ അഭിപ്രായത്തെപ്പറ്റി ഈ പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് ആവശ്യപ്പെടത്തക്കവണ്ണം മലയാള ഭാഷയ്ക്ക് കഷ്ടകാലം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഗദ്യത്തിൽ അതിശയോക്തി വർജിക്കണം എന്നായിരുന്നു ആശാൻ്റെ പക്ഷം. KP കറുപ്പൻ്റെ ഭൈമീപരിണയം നിരൂപണ വിധേയമാക്കിയപ്പോൾ ആളുവില കല്ലുവില എന്ന നിയമം അനുസരിച്ചല്ല നിരൂപണം നടത്തേണ്ടത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. ഗ്രന്ഥനാമത്തിൻ്റെ ഔചിത്യത്തെപ്പോലും ചോദ്യം ചെയ്യുന്ന മട്ടിൽ മൂലഗ്രന്ഥകാരൻ്റെ ഭാവന കാടുകയറിയതെങ്ങനെ എന്ന് അദ്ദേഹം വിശദമാക്കുന്നു. പ്രബന്ധവക്രത, പ്രകരണവക്രത എന്നിവയിൽ ഔചിത്യദീക്ഷ പ്രധാനമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. PS വാര്യരുടെ സംഗീത നൈഷിതം വിലയിരുത്തുമ്പോഴും ഔചിത്യ വിചാരത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാട്ടുകയുണ്ടായി. എന്നാൽ സംസ്കൃത നാടകത്തിൻ്റെ മാനദണ്ഡങ്ങളാണോ സംഗീത നാടകത്തിൻ്റെ മൂല്യത്തെ വിലയിരുത്തുമ്പോൾ സ്വീകരിക്കേണ്ടത്? എന്തുകൊണ്ടോ ആശാൻ അങ്ങനെ ചിന്തിച്ചില്ല. ധർമ്മബോധം, സദാചാരബോധം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കൃതിയെയും അംഗീകരിക്കാൻ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്ത ഈ കവി തയ്യാറല്ല. ഹാസ്യം വ്യക്തികേന്ദ്രീകൃതമാകുന്നതിനോടും ആശാൻ്റെ നിരൂപകന് യോജിപ്പില്ല. ഭാസ്കരമേനോൻ എന്ന പേരിൽ അപ്പൻ തമ്പുരാൻ എഴുതിയ ആദ്യ കുറ്റാന്വേഷണ നോവൽ വിലയിരുത്തുമ്പോൾ അതിൻ്റെ വാക്യശുദ്ധിയെപ്പറ്റിയും വർണ്ണനയിലെ വിരസത്തെപ്പറ്റിയും വാഴ്ത്തുന്നുണ്ട് അദ്ദേഹം. എന്നാൽ കൃതി ഖണ്ഡശ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ഉണ്ടായിരുന്ന ശീർഷകം ഒരു ദുർമരണം,
എന്തിനു മാറ്റി എന്ന് ചോദിക്കുന്നു. ഒരു കൊലപാതകമാണല്ലോ ഇതിവൃത്തം. ചില പുസ്തകങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ സ്വതേ ഗൗരവക്കാരനായ കുമാരനാശാൻ ഊറിച്ചിരിക്കുന്നത് കാണാം. വടക്കൻ കോട്ടയത്തെ അഴിഴം തിരുനാൾ എഴുതിയ ശ്രീമൂല രാജവിജയം എന്ന കൃതിയിലെ എല്ലാ ശ്ലോകങ്ങളും രാജാചിരം ജയതു വഞ്ചി മഹീന്ദ്ര എന്നാണ് അവസാനിക്കുന്നത്. അതിനെപ്പറ്റി ആശാൻ്റെ നിരീക്ഷണം ഇങ്ങനെ: ഈ കൃതി രചിക്കുന്നതിനുള്ള ശ്രമത്തിൽ കവിക്ക് 4-1 ലാഭം കിട്ടി. ഹെയാറിൻ്റെ സാഹിത്യം നിരൂപണം ചെയ്യുമ്പോൾ ഗദ്യത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നുന്നു. പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ പ്രകൃതത്തിന് വിരുദ്ധമായ പുതുമ കൽപ്പിക്കുക, ഹാസ്യമുളവാക്കുക എന്നാശാൻ കരുതി. കുന്നത്ത് ജനാർദ്ദന മേനോൻ്റെ കുചേലൻ എന്ന രചനയിൽ കൃഷ്ണൻ്റെ ഉപദേശം അനുസരിച്ച് യുധിഷ്ഠിരൻ കുചേലനെ 1000 വരാഹൻ ശമ്പളത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിച്ചു എന്ന മേനോൻ്റെ കൽപ്പനയെപ്പറ്റി ആശാൻ കുറിച്ചു. മുണ്ടും തോർത്തും ധരിച്ചിരുന്നയാൾ കുപ്പായവും തലക്കെട്ടുമായി വന്ന പോലെ തോന്നി. വൈജ്ഞാനിക ശാഖയിൽപ്പെട്ട വ്യാപാരചരിതം, അശ്വലക്ഷണം, മണിപ്രവാളം, സൂതികാ അമൃതം, നിദാനസ്ഥാനം തുടങ്ങിയവ ആശാൻ വിമർശന വിധേയമാക്കുന്നുണ്ട്. കുണ്ടൂരിൻ്റെ രഘുവംശ പരിഭാഷ നിരൂപണം ചെയ്തപ്പോൾ വിവർത്തനം ഒരിക്കലും 100% വിജയിക്കില്ല എന്ന് അദ്ദേഹം എഴുതി. അനുബന്ധ തർജ്ജമ തീർത്തും പരിത്യജിക്കണം എന്ന അഭിപ്രായം ആശാനില്ല. ഒരുപക്ഷെ പുതിയ ശൈലികൾ കടത്തുവാനുള്ള വഴി അത്തരം വിവർത്തനങ്ങളാവാം എന്ന് ആശാൻ കണ്ടിട്ടുണ്ടാവണം. അതേസമയം ലൈറ്റ് ഓഫ് ഏഷ്യ ശ്രീബുദ്ധചരിതം എന്ന പേരിൽ ഭാഗികമായി വിവർത്തനം ചെയ്തപ്പോൾ സ്വതന്ത്ര തർജ്ജമാ രീതിയാണ് അദ്ദേഹം കൈക്കൊണ്ടത് എന്ന് ഓർക്കണം. സംസ്കൃത കാവ്യങ്ങൾ മലയാളത്തിലേക്ക് വഴിമാറ്റം നടത്തുമ്പോൾ സംസ്കൃത വിഭക്തി പ്രത്യയങ്ങളെ കഴിയുന്നത്ര ഒഴിവാക്കണം എന്ന നിർദ്ദേശം ശ്രദ്ധേയമാണ്. കേരളവർമ്മ വലിയ തമ്പുരാൻ്റെ ശാകുന്തള പരിഭാഷയായിരുന്നുവോ ആശാൻ്റെ മനസ്സിലപ്പോൾ? സാങ്കേതിക ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ അർത്ഥവ്യക്തിക്കാണ് ആദ്യ പരിഗണന നൽകേണ്ടത്. ആശാൻ്റെ മഹാകാവ്യ നിരൂപണങ്ങളാണ് ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയത്. രുഗ്മാംഗതചരിതം, ഉമാകേരളം, ചിത്രയോഗം എന്നീ പ്രസിദ്ധ മഹാകാവ്യങ്ങൾ പന്തളം കേരളവർമ്മ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ് ആ മഹാകാവ്യങ്ങളുടെ കർത്താക്കൾ. നിരൂപണം ചെയ്തിട്ടുണ്ട് ആശാൻ. രുഗ്മാംഗതചരിതത്തിൽ പദം കൊണ്ട് പന്താടിയ പന്തളം കേരളവർമ്മയുടെ ആ രചനയിൽ ശബ്ദങ്ങളുടെ വിനോദകരമായ സർക്കസ് വിദ്യകളെ ആശാൻ പരിഹസിക്കുന്നുണ്ട്. ഹലബന്ധം, മുസലബന്ധം തുടങ്ങിയ അഭ്യാസങ്ങളെപ്പറ്റി ആശാൻ പറഞ്ഞത് കലപ്പയുടെയും ഉരക്കയുടെയും അകത്തുകൂടി കവിത കടന്നു പോകുന്നു എന്നാണ്. ഉത്തമ കവിതയിൽ പാണ്ഡിത്യ പ്രകടനം കുറഞ്ഞിരിക്കും എന്നെഴുതിയപ്പോൾ മഹാകവിയുടെ മനസ്സിൽ കാളിദാസ കവിത തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം തീർച്ച. അലങ്കാരജടിലമായ ശ്ലോകങ്ങൾ രസിപ്പിക്കുകയല്ല ചെയ്യുക എന്നതിൽ അദ്ദേഹത്തിന് തർക്കമില്ല. വള്ളത്തോളിൻ്റെ ഗണപതി, ബന്ധനസ്നായ അനിരുദ്ധൻ എന്നീ ഖണ്ഡകാവ്യങ്ങളും ചിത്രയോഗം എന്ന മഹാകാവ്യവുമാണ് ആശാൻ നിരൂപണം ചെയ്തിട്ടുള്ളത്. അതിൽ ഖണ്ഡകാവ്യങ്ങൾ അദ്ദേഹത്തിന് ഹൃദ്യങ്ങളായി തന്നെ തോന്നി. മഹാകാവ്യ പ്രസ്ഥാനത്തോട് തന്നെ അദ്ദേഹത്തിന് മമതയുണ്ടായിരുന്നില്ല. ഒരു പുതുമയുമില്ലാതെ നഗരാർണവ ശൈലാദികളെ വർണ്ണിച്ച് ഊതിപ്പെരുപ്പിച്ച അത്തരം രചനകൾ ആവർത്തന വിരസങ്ങളാണ് എന്നായിരുന്നു ഈ മഹാകവിയുടെ പക്ഷം. പല മഹാകാവ്യങ്ങളുടെയും അലങ്കാരകൽപ്പനകൾ, കവിസംവേദങ്ങളുടെ ആവർത്തനങ്ങൾ എല്ലാം മടുപ്പുളവാക്കുന്നു. ആവർത്തനം കൊണ്ട് സ്വതന്ത്ര കൃതികൾ എന്ന നിലയിൽ മഹാകവിരചനയ്ക്ക് മിനക്കെടുന്നവർ സംസ്കൃത മഹാകാവ്യങ്ങൾ പരിഭാഷപ്പെടുത്തിയല്ലേ ഭേദം എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ആശാൻ്റെ ചിത്രയോഗ നിരൂപണത്തിന് ആഖ്യാനമുണ്ടായപ്പോഴാണ് ആശാനിലെ പണ്ഡിതൻ സടകുടന്ന് എഴുന്നേറ്റത്. പൗരസ്ത്യ കാവ്യശാസ്ത്രത്തിലൂടെ കാവ്യത്തിലുള്ള അവഗാഹം വ്യക്തമാക്കുന്ന നിരവധി സൂചനകളും വിശദീകരണങ്ങളും ആശാൻ്റെ നിരൂപണങ്ങളിൽ കാണാം. ഉപമയെപ്പറ്റി അദ്ദേഹം ഒരിക്കൽ പറയുന്ന ഇപ്രകാരം: ഉപമ സാദൃശ്യവർണ്ണനയാണ്. സാദൃശ്യം വാസ്തവമെന്നും ശ്ലേഷനിബദ്ധമെന്നും 2 വിധത്തിലാവാം. രണ്ടാമത്തേത് കൃത്രിമമാണ്. ഇവ കോശവ്യാകരണാദികളുടെ സഹായത്തോടു കൂടി മാത്രമേ മനസ്സിലാക്കാനാവൂ. അദോഷവും സഗുണവും സാലങ്കാരവും ശബ്ദാർത്ഥവും കാവ്യം എന്ന മതം ലംഘിക്കരുത്. ചിത്രയോഗ നിരൂപണം പരുഷമാണ്. ഛന്ദശാസ്ത്രത്തെയും വ്യാകരണത്തെയും
മറ്റ് സാഹിത്യ നിയമങ്ങളെയും ഒന്നും അശേഷം വകവയ്ക്കാതെ വെറും നിരങ്കശത്വം അവലംബിച്ച് വന്ന വാക്കിന് പദങ്ങളെയും അർത്ഥങ്ങളെയും എവിടെയെങ്കിലും കയറി ഇരുന്നു കൊള്ളുവാൻ പൂർണ്ണ സമ്മതം കൊടുക്കുന്ന ഒരു നിസ്സാര കൃതിയല്ല ഒരു മഹാകാവ്യം. ഒരു പേരില്ലാത്ത പദ്യകൃത്തല്ല പ്രഖ്യാതനായൊരു കവി എഴുതിവിടുന്നത്. നോക്കി എങ്ങനെയാണ് ആത്മാവിനെ വഞ്ചിച്ചതിനെ ശ്ലാഘിക്കുന്നത്. ഒന്നാം പദ്യത്തിൽ തന്നെ നിരർത്ഥകം, അപുഷ്ടാർത്ഥം, അനുചിതാർത്ഥം, അവാചികം, ഗ്രാമ്യം, ഹതവൃത്തം എന്നീ ദോഷങ്ങളാണ് ആശാൻ ചികഞ്ഞെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ചികഞ്ഞെടുക്കൽ ദോഷം കാണാനുള്ള മനഃപൂർവമായ ശ്രമമായിട്ടേ തോന്നും. വള്ളത്തോളിൻ്റെ ലീലാനിരൂപണം ആശാനെ വല്ലാതെ പ്രകോപിച്ചതിൻ്റെ പ്രതിഫലനമാണോ ഇത്തരം ഒരു സമീപനം എന്ന സംശയം അസ്ഥാനത്തല്ല. ലീലാകാവ്യത്തിൽ ഹൃദ്യമായ 6 or 7 ശ്ലോകങ്ങൾ കണ്ടാലായി എന്നാണല്ലോ വള്ളത്തോൾ പറഞ്ഞത്. ചിത്രയോഗ നിരൂപണത്തിലെ ഈ വാക്യം നോക്കുക. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ കൃതിയിലെ ഒന്നുപാതി അസ്വാരസ്യത്തിനെങ്കിലും ഉത്തരവാദി ശ്ലേഷമാണെന്നാണ്. ശ്ലേഷമില്ലാത്ത ഏതാനും പദ്യങ്ങൾ ചേർത്തുകൊണ്ട് വായിക്കാൻ ഇതിൽ കിട്ടുമോ എന്ന് സംശയമാണ്. കാവ്യരചനാ വേളയിൽ ആശാൻ്റെ നിരൂപകൻ കവിക്ക് പിന്നിലാണ് നിലകൊണ്ടത് എന്ന സത്യം മലയാളത്തിൻ്റെ മഹാഭാഗ്യമായി വേണം കരുതാൻ. കാൽപ്പനികരുടെ കൊടിക്കൂറ ഉയർത്തിയ ആദ്യകാല കവികളിൽ വള്ളത്തോളിനെ ഒപ്പം തന്നെ ആണ് ആശാൻ എന്നത് അവിതർക്കിതം. വള്ളത്തോൾ മറ്റൊരു സന്ദർഭത്തിൽ 2 വരി ഉദ്ധരിച്ച് ആശാനെക്കുറിച്ച് ഇപ്പോൾ തന്നെ നീണ്ടുപോയ ഈ പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കാം. മറ്റെന്തിനും നിനക്ക് നമസ്കരിക്കാം സാഷ്ടാംഗമായി ഈ മലയാള ഭാഷ.